Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. നമ്മൾ വിചാരിക്കും പെൺപിള്ളേരാണ് ഏറ്റവും കൂടുതൽ ആക്സസറീസ് ഇടുക. മെറീന തന്നെ നോക്കുമ്പോഴത്തേക്ക് മെറീന ഒരു മാല ഇട്ടേക്കുന്നു, കമ്മൽ ഇട്ടേക്കുന്നു. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, കമ്മല്, മാല, മോതിരി, എന്താ ഇത്? ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റ് ആരായിരിക്കും? ഒന്ന് ബിപിൻ ജോർജ് എന്തായാലും ഞാൻ പറയാം. ഞങ്ങൾ കൂടുതൽ സിനിമയുടെ പ്രൊമോഷനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞേ പറ്റും. ചിലവർക്ക് നമ്മൾ ഒരു ബുദ്ധിയില്ലാത്തവരാണെങ്കിലും പെട്ടെന്നൊരു കണ്ണടയൊക്കെ വെച്ച് ചെയ്യുമ്പോ ബുദ്ധി തോന്നൂല്ലേ? പണ്ടാരം ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വിട്ട്. ബിപിൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഒരാൾ കഥ പറയാൻ വരുമ്പോൾ ബിപിൻ അറ്റ്ലീസ്റ്റ് കേൾക്കാൻ തയ്യാറാവുന്നുണ്ട്. എന്റെ അടുത്ത് വരെ ആൾക്കാർ പറയും എനിക്ക് ആ ആർട്ടിസ്റ്റിന്റെ അടുത്തൊരു കഥ പറയണത്. അപ്പൊ ഞാൻ ഒരു കഥയില്ലാത്ത വീണയോട് ഇൻസ്റ്റയിൽ സ്റ്റോറി പോലും ഇടാറില്ല ഈ കുട്ടി. പേടിച്ചിട്ടാ. എനിക്ക് എന്റെ വേഷമൊക്കെ കണ്ടപ്പോഴത്തേക്കും ചാർലിയിലെ ദുൽഖർ സൽമാനെയൊക്കെ ഓർമ്മ വന്നു. നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണോ? ദുൽഖർ സൽമാൻ ചെയ്യുമ്പോ ചാർലി, പാവപ്പെട്ട ബിപിൻ ജോർജ് ചെയ്യുമ്പോ ബാർലി. ഞങ്ങൾ ഒരിക്കലും മെറിനെ ഇതിന് അപ്പുറത്തേക്ക് ഒരു ലെങ്ത് ഉള്ള മുടിയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തു. ആരിക്കട്ടില്ല, മനസ്സിലായിണ്ടാവില്ല ചിലപ്പോ. ഞാൻ കണ്ടുപോയിട്ടുണ്ടാവും ഏത് പോക്കാൻ ബീച്ചെന്നും. ലോക മടിയന്മാരാണ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാളുടെ പേര് പറ. ഞാനൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് വരട്ടെ. ChatGPT. ഞാൻ പറഞ്ഞുതരാം. സോഫ്റ്റ്വെയർ ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മളിതെല്ലാം എഴുതി വെക്കണായിരുന്നു. ആരായിരിക്കും കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഇതൊന്നും ഇത് എഡിറ്റ് ചെയ്യാണ്ട് ഇടണം. നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. ഇതെന്റെ ചാനലാടാ. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. കൂടുതൽ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ബിപിൻ ജോർജ് ആൻഡ് മെറീന മൈക്കിൾ. വെൽക്കം ടു ദ ഷോ. എനിക്ക് ബിപിൻ ചേട്ടനെ കാണുമ്പോഴത്തേക്ക് ആദ്യം പറയണം, പക്ഷെ മെറീനയ്ക്ക് അത് ആപ്ലിക്കബിൾ ആണ്. പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം പറയട്ടെ. ചേട്ടന്റെ വീഡിയോസിന്റെ അടിയിൽ പലതിലും ഞാൻ കണ്ട ഒരു കമന്റ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്നുള്ള കമന്റ്. യുനോ, അത് ചേട്ടൻ അത് കാണുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ആത്മവിശ്വാസം, ഒരു രോമാഞ്ചം ഒക്കെ വരുന്നില്ലേ? സത്യം പറയണം. സത്യം ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടേ, ഒറ്റയ്ക്ക് വഴിവെട്ടി വരാൻ ആർക്കും പറ്റത്തില്ല. എടോ, ഒറ്റയ്ക്ക് വഴിവെട്ടി വരാൻ എങ്ങനെയാണ്? ഒന്ന് വഴി കാട്ടാനുള്ള ആള് വേണം, വഴി തെളിക്കാൻ ആള് വേണം, മമ്മട്ടി കയ്യെടുത്ത് തരാൻ ആള് വേണം, കൂടെ ഒരുമിച്ച് വെട്ടാൻ ആള് വേണം. കാരണം എങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നത്? എന്നിട്ട് ആരൊക്കെ ഈ വഴി വെട്ടാനുണ്ടായിരുന്ന ആൾക്കാര്? ഞാൻ പറയാം, വിഷ്ണു ഉണ്ടായിരുന്നു കൂടെ വെട്ടാൻ. നാദൃഷിക്ക വഴി കാട്ടിയ ആളാണ്. എനിക്ക് മൺവെട്ടി എടുത്ത് ധൈര്യമായിട്ട് വെട്ടറാന്ന് പറഞ്ഞ ഷാഫി സാറാണ്. അതേപോലെ പിന്നെ പ്രേക്ഷകര്, ഇവരെല്ലാരും ഇല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്? ഒറ്റയ്ക്ക് തന്നാൽ ഞാൻ തന്നെ വന്ന് ഞാൻ തന്നെ അഭിനയിച്ച് ഞാൻ തന്നെ ഒറ്റയ്ക്ക് കണ്ടിട്ട് വല്ല കാര്യമുണ്ട? സീരിയസ്ലി അത് ആ വാക്ക് ഒറ്റയ്ക്ക് വഴി വെട്ടാണ്ട് നടക്കണ കേസല്ല. അത് ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിന്റെയും അവരുടെ സ്വപ്നത്തിന്റെയും ഫലമാണ് നമ്മള്. വേറൊരു കാര്യം ശ്രദ്ധിച്ചു പറയട്ടെ, നമ്മൾ വിചാരിക്കും പെൺപിള്ളേരാണ് ഏറ്റവും കൂടുതൽ ആക്സസറീസ് ഇടുക. മെറീന തന്നെ നോക്കുമ്പോഴത്തേക്ക് മെറീന ഒരു മാല ഇട്ടേക്കുന്നു, കമ്മൽ ഇട്ടേക്കുന്നു. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, കമ്മല്, മാല, മോതിരി, എന്താ ഇത്? അന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര, അതായത് ഇവൻ ഓരോ ഇന്റർവ്യൂ ഇടുന്ന ഓരോ ഷർട്ട് കാണണം, ഓരോ ഇവന്റിന് ഇടുന്ന ഷർട്ട്സ് കാണണം. നമ്മൾ വന്നൊരു 2 ദിവസം ഫുൾ ചാനൽ പ്രൊമോഷന് എത്ര 10-12 ചാനലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ കൊളാബാണോ? പെൺകുട്ടികൾക്ക് കൊളാബ് കിട്ടുമല്ലോ. അല്പം വലിപ്പം കൂടിയതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് കൊളാബ് എന്ന് അത് തന്നെ കൺഗ്രാറ്റ്സ്. കാരണം ഒരു അമ്മയാൻ പോകുന്നതിന് വലിയൊരു ബ്ലെസ്സിങ്, പ്രാർത്ഥന, തന്റെ നല്ലൊരു കുഞ്ഞാവട്ടെ. ആണ് അമ്മയാകാൻ പോകുന്ന എനിക്ക് അച്ഛനായ കുട്ടി എന്താ ഉപദേശം നൽകുക? ഒന്നുമില്ല, കുട്ടിയല്ല, സോറി, അച്ഛനായ. അതെ, മഞ്ജു ചേച്ചിനെ പരിചയപ്പെടുത്തരുത്. സ്വന്തം അമ്മേനെ പോലും വേണ്ടായിരിക്കും, മഞ്ജു ചേച്ചിനെ മതി. വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്റെ സ്വന്തം പറ. ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഞാനും മഞ്ജു ചേച്ചി മോളും ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മഞ്ജു ചേച്ചി ചോദിച്ചാൽ നിനക്ക് അപ്പേനെയാണോ അപ്പേനെയാണോ മഞ്ജുനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ മഞ്ജു എന്നാ വിളിക്കും. മഞ്ജു പിള്ള. മഞ്ജുനെയാണോ ഇഷ്ടം? കൊച്ചു വേഗം മഞ്ജു ചേച്ചി. പക്ഷെ നേരത്തെ കുഞ്ഞുമാക്കി പരിചയം ഉണ്ടോ? അത് ഓൾറെഡി അവള് എല്ലാ ദിവസവും പരിപാടി ബമ്പർച്ചിരി കാണുന്നതാണ്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോ മഞ്ജു ചേച്ചിക്ക് അങ്ങനെ എന്തോ ഒരു
പ്രത്യേകതയുണ്ട്. കുട്ടികളായാലും അമ്മമാരായാലും ഒക്കെ ഇല്ലേ, മഞ്ജു ചേച്ചിനെ കാണാൻ വേണ്ടി മാത്രം ഫ്ലോറിൽ വരുന്ന എത്രയോ ആളുകളുണ്ടെന്ന് അറിയാം. അങ്ങനെയുണ്ട്. പക്ഷെ അയ്യോടാ, നമ്മള് ചോദിച്ച കാര്യം തീർത്തില്ലല്ലോ. ഇങ്ങനെ എല്ലാ ദിവസവും ടെൻഷൻ ആയിരുന്നോ ഇങ്ങനെ പുതിയ പുതിയ അതായത് ഞാനൊരു 3 ചാനലിൽ ഒരു ഡ്രസ് എന്നുള്ള രീതിയിൽ പോകുമ്പോ 30 ഡ്രസ്സായിട്ട് സൈഡിൽ നിന്ന് ഷർട്ട് അങ്ങ് മാറ്റുന്നു, അതിനനുസരിച്ച് ഗ്ലാസ് വെക്കുന്നു. അപ്പൊ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിംഗ് ആയിരുന്നു. ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്റെ കുറെ ഷർട്ട്സ്, പഴയ ഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇറക്കിയത്. അല്ലാണ്ട് ആണോ? അല്ലാതെ വേറെ ഒന്നും അല്ല. എന്താ ചേട്ടാ ഈ മാലയുടെ ഒക്കെ ഒരു രഹസ്യം എന്താ? അമ്മ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇത് അമ്മ കൊടുക്കാൻ ഒരു സാധ്യതയില്ല. ഇത് മോളുടെ എന്തോ എടുത്തിട്ടുണ്ടോ? ഇത് മോളുടെ ആണ്. ശരിക്കും കൊച്ചിന്റെ ആണല്ലേ? 2 ഉണ്ട്. അവക്ക് 1 ഉണ്ടായിരുന്നു, 1 എനിക്കുണ്ടായി. അങ്ങനെ മേടിച്ചത്. നീ കൊളാബ് കൊടുക്കണം വേറെ ഇങ്ങനെ പല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചാൽ സത്യസന്ധമായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റ് ആരായിരിക്കും? കംഫർട്ടബിൾ ഒന്ന് ബിപിൻ ജോർജ്. എന്തായാലും ഞാൻ പറയാം, ഞങ്ങള് കൂടുതൽ സിനിമയുടെ പ്രൊമോഷൻ ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ബിപിനായിട്ട് കുറച്ചുകൂടെ പരിചയമായതും പിന്നെ കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് പോയതും ഈ ഒരു സിനിമ ആണ് സഹായിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞു ബഡ്ജറ്റിൽ തുടങ്ങിയ സിനിമ വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്വം പ്രമുഖ നടൻ തന്നെയാണെന്ന് കേട്ടു. സിനിമ നന്നാവുകയാണല്ലോ. അതെ അതെ. ഇപ്പൊ വീണ ടീസർ കണ്ടില്ലേ? അതിപ്പോ ഒരു ചെറിയ പടമായിട്ടല്ലോ തോന്നുന്നു. അല്ലല്ല, ഒരിക്കലും അല്ല. അപ്പൊ അതൊരു വലിയ സിനിമ തന്നെയാണ്, അതിന്റെ വലിയ പ്രതീക്ഷയാണ്. 8 പാട്ടുണ്ട് ഈ പടത്തില്. അതാണ് 8 പാട്ടുണ്ടോ? എന്റെ അമ്മ, അപ്പൊ 24 മിനിറ്റ് പാട്ടിന് തന്നെ പോയോ? ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചിലത് BGM പോലെ നമ്മള് വിനീതേട്ടന്റെ പടങ്ങളിലൊക്കെ ഇങ്ങനെ മെർജ് ചെയ്ത് പോകത്തില്ല, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളിലാണ് ആ പടം പോയേക്കുന്നത്. അപ്പോ ആ 8 പാട്ടും ആ പാട്ടിലൂടെയുള്ള ഒരു ജേണിയാണ്, അതിൻ്റെ ഒരു പ്രണയത്തിന്റെ യാത്രയാണ്. മെറീനനെ കൂടാതെ വേറെ 3 നായികമാരുണ്ട് പടത്തില്. എന്ത് ചെയ്യാനാണ്? അനു സിത്താരയുടെ അനിയത്തിയില്ല, അനു സോനാര, നീയ, പിന്നെ റിയ. അങ്ങനെ 3 പേരുണ്ട്. അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ ബഡ്ജറ്റ് കൂട്ടിയതെന്നാണോ ചേട്ടാ പറഞ്ഞത്? ബഡ്ജറ്റ് കുറയ്ക്കാൻ സാർ തന്നെ പാടിയിട്ടുണ്ടല്ലേ? ഓ, അതുകൊണ്ടായിട്ടുണ്ട്. സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ബിബിന്റെ ഒരു പാട്ടാണ് ആദ്യം നമ്മൾ റിലീസ് ചെയ്ത്. കേട്ടു. മെറീനയ്ക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒരു പാട്ട് പാടിയാ കൊള്ളാന്നൊക്കെ ഉള്ള? ഇല്ല, ഇനി 8 പാട്ടിൽ ഒരു പാട്ടും കൂടെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ പ്രൊഡ്യൂസർ. പക്ഷെ അങ്ങനെയല്ല, ഈ പാട്ട് കേൾപ്പിച്ചു തരുമ്പോ തന്നെ ഓൾറെഡി ബിപിൻ പാടി വെച്ചൊരു സാധനം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനോടുള്ള ഒരു അഡ്മിറേഷൻ വന്നു കഴിഞ്ഞല്ലോ. ഞാൻ അടുത്ത പടം അവർ ചെയ്യുമ്പോ ഞാൻ ചോദിക്കും. ആണ് അല്ല, പൊതുവെ നമ്മൾ ഇങ്ങനത്തെ മുടിയുള്ള ആൾക്കാരില്ലേ, ഭയങ്കര കേളി ഹെയർ ആയിട്ടുള്ള, അല്ല സത്യമായിട്ടും ഉള്ളത് ഭയങ്കര പാടായിരിക്കില്ലേ? നമ്മളെ ചില ആൾക്കാർ ഇങ്ങനെ ക്യാരക്ടറായിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും ഓ മെറീനയുടെ മുടി അങ്ങനെ, അതങ്ങ് ചേരില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നേരിട്ടിട്ടുണ്ടോ? പ്രശ്നങ്ങൾ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നാടൻ അല്ലെങ്കിൽ ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള റോളുകളിലേക്ക് ആളുകൾക്ക് ചിന്തിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ മുടിയുള്ള ആളുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. തന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ ഭയങ്കര നാടൻ ക്യാരക്ടർ അല്ലേ? എബി ഞാൻ ഭയങ്കര നാടൻ. അവക്ക് ഓർമ്മ വന്നില്ല. എന്റെ ഫസ്റ്റ് പടം അതല്ല. അല്ല, പക്ഷെ താനൊരു ഹീറോയിനായിട്ട് മെയിൻ സ്ട്രീമിൽ ഫസ്റ്റ് പടം അതല്ലേ? മെയിൻ സ്ട്രീം വരുന്ന പടം അതാണ്, നാടൻ ക്യാരക്ടർ. പക്ഷെ അതിൽ നാടൻ എന്ന് പറഞ്ഞാൽ നാടനിൽ ബോൾഡാണ്. ഈ എബി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര മുടി ഒരു കാര്യമില്ലാണ്ട് തന്നെ ബോൾഡ് ആക്കുന്നുണ്ടോ? എന്നുവെച്ചാല് ചിലവർക്ക് നമ്മള് ഒരു ബുദ്ധി ഇല്ലാത്തവരാണെങ്കിലും പെട്ടെന്നൊരു കണ്ണടയൊക്കെ വെച്ച് കഴിയുമ്പോ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ സെൽഫ് ട്രോൾ ആയി പോയി. സോറി. അല്ല, അങ്ങനെ പറ്റൂലേ? അതേപോലെ ചിലപ്പോ സംഭവിക്കാം. അല്ല, എനിക്ക് മുടി പറഞ്ഞ പോലെ ചിലപ്പോ ഞാൻ ചിരിക്കാതൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാരൊന്നും വന്ന് സംസാരിക്കൊന്നുമില്ല. അവളുടെ ഒരു വിചാരം ആ സാധനം കിട്ടും എനിക്ക്. പക്ഷെ കേളി ഹെയർ ഉള്ള ആൾക്കാർ നാടനും പല പല ടൈപ്പ് ഓഫ് റോളുകളും ചെയ്തിട്ടുള്ളത് നമ്മുടെ സിനിമയിൽ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിത്യാമേനനും ഭയങ്കര കേളി ഹെയർ ആണ്. ഇത്രയും കേൾസ് ആയിരിക്കില്ല, ബട്ട് ലോങ് കേൾസ്. പാർവതി തിരുവോത്ത് പുള്ളിക്കാരുടേതും കേളി ഹെയർ തന്നെയാണല്ലോ. പക്ഷെ അവരൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇതുപോലെ ഡിഫറെന്റ് പരിപാടികളാണല്ലോ. മേ ബി എന്നെ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കൗണ്ടർ പണ്ട് ഞങ്ങൾ ബാഡ് ബോയ്സിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേക്കും റഹ്മാനിക്കയും ബിബിൻ ചേട്ടനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് റഹ്മാനിക്ക എന്നോട് പറഞ്ഞു, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ബിബിന്റെ കാലിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന്. കാരണം എവിടെയും നമ്മളെ അങ്ങനെ ഒരു ഫീലേ ചെയ്യിക്കുന്നില്ല. ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ നടന്നൊക്കെ ഞാൻ പോകുമ്പോൾ ഞാനങ്ങ് സ്പീഡിൽ നടന്നു പോകും. ഇവൻ പുറകിൽ വരുന്നുണ്ടെന്നുള്ള കഥ പോലും ഞാൻ മറന്നു പോകുമെന്ന്.
അത്രയ്ക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അഭിനയിക്കുന്നതായിട്ട് മെറീനയ്ക്ക് സിനിമയിൽ തോന്നിയിരുന്നു? ഒരുപാട് ഡെഡിക്കേറ്റഡ് ആണ് ആക്ച്വലി, ഒരുപാട് ഡെഡിക്കേറ്റഡ് ആണ്. ബിക്കോസ് ഇതിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്പോയിലർ ആവും. സത്യം പറഞ്ഞാൽ എനിക്കത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രം സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഇൻസിഡൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബിബി ഒരു പടം പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഒരാൾക്കും പടം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല, ഈ സിനിമയിൽ എസ്പെഷ്യലി. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ബാക്ക് പെയിൻ വന്നാൽ പോലും നമ്മൾ അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞാലും ഞാൻ അപ്പം ഇവനെ ആലോചിക്കും, ഇവൻ ചെയ്യുന്ന അത്രയും ഇവൻ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ വർക്കുകൾ. അപ്പം നമുക്ക് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റും. സത്യം പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഞാൻ അതിനടുത്ത് പറഞ്ഞിട്ടില്ല, ഇനി വലിയ ആ കാര്യത്തിൽ ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്ന ഒരാളാണ്, ഒരു മോട്ടിവേഷൻ. പിന്നെ മറ്റേ മോട്ടിവേഷൻ ബുക്കാണിത്. അപ്പൊ എന്തെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അവനിങ്ങനെ ഈ കോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെമ്മറിയിലുണ്ടാവും. അപ്പൊ നമ്മള് ഈ സിറ്റുവേഷൻ അനുസരിച്ച് അത് ആപ്ലിക്കബിൾ ആയിട്ട് പറഞ്ഞു തരുന്നു. ഞാൻ ബുക്കുകളിൽ അല്ല അങ്ങനെയല്ല, ബട്ട് സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവില്ല, പെർസ്പെക്ടീവ്സും പോയിന്റ് ഓഫ് വ്യൂസും. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാലോ. ഇതില് എന്താന്ന് വീണ, ഞാന് നമ്മളിപ്പോ ഇത് ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സിനിമയും എനിക്ക് കിട്ടുന്ന ലോട്ടറിയാണ്. ഓരോ അത് വിജയങ്ങൾ പരാജയങ്ങൾ ഇല്ല അതില്. ഓരോ സിനിമയും എൻ്റെ വിജയങ്ങളാണ്. ഒരു സിനിമ എനിക്ക് കിട്ടുന്ന വിജയം. അപ്പം ഞാൻ നമുക്ക് വേണ്ടി കാശ് മുടക്കുന്ന ആള്, അയാള് മിനിമം നമ്മളത് ശ്രമിച്ചെങ്കിലും നോക്കണമല്ലോ. അവരുടെ ഒരു കഷ്ടപ്പാട് എന്തായാലും ഇത് വെറുതെ കിട്ടുന്ന കാശൊന്നുമല്ലല്ലോ, അവരും കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശാണ്. അപ്പൊ നമ്മളോട് ഒരു ഇത് വന്ന് എല്ലാ സിനിമയ്ക്കും നമ്മളെ കൊണ്ട് കഴിയാവുന്ന അതിൻ്റെ ഒരു എവിടം വരെ ആ സിനിമ ഉണ്ടോ അവിടം വരെ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് ഈ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമുക്ക് ചില ചാലഞ്ചസ് വരുന്നത്, ഇപ്പൊ ചേട്ടന് കാലിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് ആക്ച്വലി ഒരു ഭാഗ്യമാണ് എന്ന് ചേട്ടൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ചിലപ്പോ മോട്ടിവേഷന്റെ ഭാഗമായിട്ട് ഇത് പറയുന്നേ. മോട്ടിവേഷൻ എന്ന് പറയണ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയണത് ഞാൻ അലറി കരയുന്നത് കേൾക്കാത്തോണ്ടാ. പോത്തിന്റെ പോലെ ഞാൻ കരയും. പിന്നീട് കരയൊക്കെ ചെയ്യും. ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞിട്ട് ഇതെന്താണ്, ഇനി ഞാനും മനുഷ്യരല്ലടോ എന്നും കരുതിയിട്ട് എനിക്കിത് വന്നത് അതെ ഇത് ഞാൻ ഭാഗ്യമായിട്ട് എടുക്കുന്നു കൈയടി എന്ന് പറഞ്ഞ അവരുടെ കൈ, അതൊന്നുമില്ല. അതൊരു ഭാഗ്യമായിട്ടൊന്നുമല്ല. ഒരു ദിവസം കാലുവേദന ഇല്ലാണ്ട് കിടന്നുറങ്ങണത് എനിക്കുണ്ടാവില്ല. അത്ര ഉള്ളത് മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇതൊരു ഒരിക്കലും ഇപ്പൊ വീണ അറിയാണ്ട് ചോദിച്ചാണ് അവളെ ഒന്നും ചീത്ത പറയരുത്. കാരണം ചിലവര് അതങ്ങ് ചോദിക്കാവോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ തന്നെ ചീത്ത പറയാൻ നിൽക്കുക. അതൊന്നുമല്ല. ഇതിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരിക്കലും എനിക്കൊരു ഭാഗ്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി പടങ്ങൾ കിട്ടിയാനേ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക. അതാണ് അത് ഞാൻ പറഞ്ഞില്ലേ, സിനിമ ബേസ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നുള്ളൂ. മനസ്സിലായി. എനിക്കറിയാം ഇപ്പൊ പോളിയോ ബാധിച്ച ഒരു വയസ്സിൽ സംഭവിച്ച കാര്യമാണ് ഇതെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ഇത് ചേട്ടൻ എപ്പോഴെങ്കിലും ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷണം നടക്കുന്നുണ്ട്. ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഈ പറയുന്ന ലോകത്ത് കൊറോണ ഉണ്ടാക്കാമെങ്കിൽ അതൊക്കെ മനുഷ്യരെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കണല്ലേ. ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് വരുമെന്നും ഞാനും സുർജിയൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ ഞാനും അതൊക്കെ നടക്കും. പിന്നെ ഇന്നിപ്പോ നമ്മൾ AI കണ്ടില്ലേ, ഒരു കാര്യം നടക്കണ 2 തവണയല്ല നടക്കണേ. ഒന്ന് വിഷ്വലില്, നമ്മുടെ സ്വപ്നത്തിൽ, നമ്മുടെ ചിന്തയില്, പിന്നെ നേരിട്ടും. അപ്പൊ AI നടക്കണത് വന്നു കഴിഞ്ഞു, പിന്നെ നേരിട്ട് നടന്നിരിക്കും. ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവില്ലേ, ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആ ഒരു കൂട്ടുകെട്ടിന് എന്ന് വരും, എന്ന് തിരിച്ചു വരും? ഞങ്ങള് ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഏതെങ്കിലും നിങ്ങൾ രണ്ടുപേരും സിനിമ അഭിനയത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്. അത് വെറുതെ ടോട്ടലി അങ്ങനെ ഒരു വർത്താനമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കാൻ പോയതുകൊണ്ടാണ് ഞങ്ങളുടെ എഴുത്ത് ആക്ച്വലി 2 സ്ക്രിപ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. 2 സ്ക്രിപ്റ്റിനും ആളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പരക്കം പാച്ചിലാണ്. തനിക്കറിയാലോ ഇപ്പൊ ഭയങ്കരമായിട്ട് ആർട്ടിസ്റ്റുകള് ആളുകൾ കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തില്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് നടക്കാത്തതാണ്. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബം നോക്കണമെങ്കിൽ എഴുതും കൊണ്ട് നടക്കൂല. മനസ്സിലായില്ലേ? വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാ, നമ്മളൊരു പഴം എഴുതാനിരിക്കണമെങ്കിൽ ഇരുന്ന് എഴുതി അത് 5-6 മാസം കൊണ്ട് പൂർത്തിയാക്കി പിന്നെ അതിന്റെ പുറകെ നടന്ന് അവരുടെ ഡേറ്റും കിട്ടി നമ്മൾ സിനിമയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും നമ്മുടെ കുടുംബം പിന്നെ ബാക്കിയുള്ളൊരു ലൂപ്പിലാണ്. അവസരം ഇല്ലാത്തോണ്ട് പ്രശസ്തി ഇല്ല, പ്രശസ്തി ഇല്ലാത്തോണ്ട് അവസരം ഇല്ല എന്ന് പറഞ്ഞ ലൂപ്പ് ഉണ്ടല്ലോ.
ഞാനൊക്കെ ലൂപ്പിലാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ അതന്നെ. അത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന അവസരം എന്നുള്ള സാധനം നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കലാണ്, എന്നാലേ പ്രശസ്തി വരുള്ളൂ. എന്ത് ചെയ്യൂടാ, അത് ബേസിക് ഒരു കാര്യമല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഫോർ എക്സാമ്പിൾ ബിപിൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഒരാൾ കഥ പറയാൻ വരുമ്പോൾ ബിപിൻ അറ്റ്ലീസ്റ്റ് കേൾക്കാൻ തയ്യാറാവുന്നത്. ബിപിൻ വിൽ ബി ലൈക്ക് ബ്രോ ഞാനിതിപ്പോ ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം ബിപിന്റെ സൈഡിൽ നിന്ന് ബിപിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെയല്ലല്ലോ. അതെ, എന്റെ അടുത്ത് വരെ ആൾക്കാർ പറയും എനിക്ക് ആ ആർട്ടിസ്റ്റിന്റെ അടുത്തൊരു കഥ പറയണത്. അപ്പൊ ഞാനോ ഒരു കഥയില്ലാത്ത അത് കറക്റ്റ് ഇൻസ്റ്റയിൽ സ്റ്റോറി പോലും ഇടാറില്ല ഈ കുട്ടി. ഞാൻ വഴിയോ വീണ. പക്ഷെ ഇതിനുള്ള ഏക ഉത്തരം ബാക്കി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വന്നേക്കുന്നത്. അതിന്റെ ഉത്തരം കീപ് ട്രൈങ് എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അത് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് കൂട്ടത്തില് അപ്പൊ ഇവര് വിചാരിക്കണം എന്താ അറിയോ, അപ്പൊ ഞാൻ എന്തെങ്കിലും രക്ഷപ്പെട്ടാൽ അതാണ് അവരുടെ ചിന്ത. ഞാൻ അത് മലയാളികൾക്ക് മുള്ള മുട്ടണ പോലെ എനിക്ക് മുട്ടി അവനെ വിളിച്ചിട്ട് പോയി മുള്ളും. ഞാൻ ചിന്തിക്കണം എന്താ, ഇവൻ എന്തെങ്കിലും രക്ഷപ്പെട്ടിട്ട് ഇവന്റെ കഥയിൽ എനിക്ക് എന്തെങ്കിലും തിരിച്ച് രണ്ടുപേര് സ്വപ്നം കാണുന്നുണ്ട്. രണ്ടുപേരെ സ്വപ്നം തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് റിയാലിറ്റിയിലേക്ക് ഒന്ന് പൊട്ടിപ്പോകും. വീണ ചോദിച്ചില്ല എന്തുകൊണ്ടാ ടെൻഷൻ ഇല്ലാത്ത. ഇതാണ് സംഭവം. ഈ കൂടുതൽ സിനിമയിലെ രസകരമായ ഒരു അനുഭവം പങ്കുവയ്ക്കാവുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് രസകരം വേണ്ട, വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് മെറീനയ്ക്ക് തോന്നിയ കൂടുതൽ സിനിമ അനുഭവം എന്തായിരുന്നു? അതിന് എനിക്ക് രസകരമായ അനുഭവം ഉണ്ടെന്ന് വീണനോട് ആരോ പറഞ്ഞു. എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഈ സിനിമയിലെ ഈ കാര്യം ഭയങ്കര സ്ട്രെയിഞ്ച് ആണല്ലോ. അല്ല, ഇവൻ എന്തായാലും നന്നായിട്ട് കൈക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. 4 അടി കിട്ടി കണ്ടായിരിക്കും അല്ലേ? അയ്യോടാ. വേറെ ചോദ്യം ചോദിക്കാം. എനിക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. 4 പെൺകുട്ടികളെ ഒരുമിച്ചായിരുന്നു ഇവര് അഭിനയിച്ചോണ്ടിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അതൊരു പ്രത്യേക അനുഭവം. അതെന്തോ അനുഭവം എനിക്കും അറിയാൻ പാടില്ല. പിന്നെ 4 പെമ്പിള്ളേർ ഒരുമിച്ച് അഭിനയിച്ച എന്താ അനുഭവം അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ തമ്മിൽ എന്താനുഭവം? പൈപ്പും ചൂട് അറിയാണ്ട് കയറി വന്നു. അതെ, ശരിക്കും അങ്ങനെയല്ലേ? 4 പെമ്പിള്ളേര്. ഇപ്പൊ നമ്മൾ ഒരു പെൺകുട്ടിയും ഒരു 5 ആൺപിള്ളേരും ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. അവസാനം പറയാ അവളുടെ മനസ്സിലിരുപ്പോ പുറത്തു വന്നു. ഇവിടെ ആകെ ഒരു ബിപിൻ ജോർജും ഞങ്ങള് 4 പേരുമായിരുന്നു. പക്ഷെ എന്റെ സീക്വൻസ് ഒക്കെ ഓൾറെഡി ഇവരൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ സോനാരേനെ എനിക്ക് ഇതിന് മുമ്പേ അറിയാം. അപ്പൊ അവളുമായിട്ട് പരിചയമുണ്ട്. പിന്നെ റിയാനെയും നീയാനൊക്കെ ഇങ്ങനെ കണ്ടു പരിചയമുള്ളൂ. പിന്നെ റിയൻ നീയും ഭയങ്കര ക്ലോസ് ആണ്. ഞാൻ വന്നപ്പോ സത്യം പറഞ്ഞാൽ സോനാരെ ആയിട്ടാണ് കുറച്ചുകൂടെ ഒന്ന്, ബിക്കോസ് എനിക്ക് മുമ്പേ അറിയുന്നത് കൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂളൊക്കെ ഈ രാത്രിയൊക്കെ ആയിരുന്നു എനിക്കുള്ള ഷൂട്ടൊക്കെ. മിക്ക ആൾക്കാരും ഉറക്കം വന്ന് കിളി പോയി നടക്കുമായിരുന്നു. ബട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ അങ്ങ് പോയി. പക്ഷെ ചേട്ടന് പല സിനിമകളിലും ഇപ്പൊ ഞാൻ വളരെ കോമൺ ആയിട്ടൊരു സാധനം കണ്ടു. ഒരു ഗിറ്റാർ ഉണ്ടാവും, ആ ഗിറ്റാറിന് ചുറ്റും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, പാട്ട് പാടുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗുമസ്തനെടുത്ത് നോക്കൂ. അതിനുശേഷം സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കൂടലിന്റെ പാട്ടെടുത്ത് നോക്കൂ. എന്താ ചേട്ടാ അത്? ആ ഗിറ്റാർ സ്റ്റാർ. അതെ, ഞാൻ എന്ത് ഇത് ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു പാട്ട് പാടാൻ അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെയാണോ? അല്ല അല്ല, ഇത് എവിടെ നിന്ന് വന്നെന്ന് ഗിറ്റാർ കേട്ട് വരും. ഗിറ്റാർ അങ്ങ് പിടിച്ചു വന്നു. എങ്ങനെയായിരുന്നു അത്? ഇനിയുണ്ട്. ഇനിയുണ്ടോ? ഇനി പറഞ്ഞോട് പറഞ്ഞുതരാം. ഇനി എന്തായാലും ഞാൻ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് പറയാലോ. മാർഗംകളിയിൽ ഗിറ്റാർ വെച്ചിട്ടാ നീനക്കായി ഞാൻ. ശരിയാ, പുറകോട്ടും കൂടെ എടുക്കണമല്ലേ? മരതകം എന്ന് പറഞ്ഞ ഞാനും സനുഷയും കൂടിയുള്ള ഒരു പാട്ടുണ്ട്. ഞാൻ മരതകം ആൻഡോ ചേട്ടനാണ് പ്രൊഡ്യൂസർ. അത് ഇറങ്ങും. അത് ഇത്തിരി ഡിലേ അടിക്കും, പക്ഷെ ഇറങ്ങും. അതിൽ ഗിറ്റാറുണ്ട്, ഗുമസ്തലിൽ ഗിറ്റാറുണ്ട്, ഇതിൽ ഗിറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗിറ്റാർ ഉപയോഗിക്കുന്നത് അല്ലേ? വായിക്കാൻ അറിയാത്ത അതെന്താ? അല്ല, എന്നാലും ഇത്തവണ ഈ കൂടുതൽ വന്നപ്പോഴത്തേക്ക് സംവിധായകനോട് ചോദിച്ചില്ലേ എന്താ ചേട്ടാ ഇങ്ങനെ ഒരു? ഞാനിത് പറഞ്ഞു, എന്റെ കയ്യിലേക്ക് ഗിറ്റാർ എടുത്ത് തന്നപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ എത്ര മൂന്നാലാമത്തെ ആകെ 10-15 പടമായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ 4 അഞ്ചെണ്ണത്തിലും ഗിറ്റാർ. പക്ഷെ ആ പാട്ടിന്റെ സ്ട്രിങ് ആണല്ലോ മെയിൻ. ആ പാട്ടിന്റെ തുടക്കമേ സ്ട്രിങ്ങിലാണ്. അപ്പൊ അതിലങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട്. ഇനി ഇത് പഠിക്കണം ചേട്ടാ. നമുക്ക് ഒരുപാട് ഇങ്ങനെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഗിറ്റാർ ആക്ടർ ആക്കണോ? ഇനി ചേട്ടൻ ഇത് പഠിച്ചേ പറ്റുള്ളൂ. എനിക്ക് എന്റെ വേഷമൊക്കെ കണ്ടപ്പോഴത്തേക്കും ചാർലിയിലെ ദുൽഖർ സൽമാനെയൊക്കെ ഓർമ്മ വന്നു. നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണോ? ദുൽഖർ സൽമാൻ ചെയ്യുമ്പോ ചാർലി, പാവപ്പെട്ട ബിപിൻ ജോർജ് ചെയ്യുമ്പോ ബാർലി. അതിന്റെ മോളിൽ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് ആദ്യത്തെ ക്യാമ്പിംഗ് പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്.
അപ്പൊ ആ ക്യാമ്പ് നടത്തുന്ന ആളാണ് ഞാൻ. അപ്പൊ ആ ക്യാരക്ടറിന് ഇങ്ങനത്തെ കുറച്ച് വേഷക്കെട്ടലുകൾ ആവശ്യമാണ്. കുറച്ച് ഫിലോസഫി, കുറച്ച് കഥകള്, കുറച്ച് അറ്റൻഷൻ സീക്കിങ്, അങ്ങനെ 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 പോകുന്നൊരു ക്യാരക്ടറാണ്. ലുക്ക് കണ്ടില്ലേ എനിക്ക് ഇത്രയും ഭയങ്കരമായിട്ട് മുടിയില്ലേ. ഞങ്ങൾ ഒരിക്കലും ഈ മെറിനെ ഇതിന് അപ്പുറത്തേക്ക് ഒരു ലെങ്ത് ഉള്ള മുടിയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. കട്ട് ചെയ്ത് കണ്ടിട്ടില്ലേ വീണ? കട്ട് ചെയ്ത് എത്ര മുടി കട്ട് ചെയ്തിരുന്നു? ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 8-9 months മുമ്പ് നല്ലോണം കട്ട് ചെയ്ത് ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തു. ആരിക്കട്ടില്ല മനസ്സിലായിണ്ടാവില്ല ചിലപ്പോ ഞാൻ കണ്ടുപോയിട്ടുണ്ടാവും. അല്ല സാധാരണ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പേടിയായിരിക്കില്ല, കാരണം നമുക്ക് സിനിമയൊക്കെ വരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇങ്ങനെ ബോബൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വരുമോ? ഈ പറഞ്ഞ പോലെ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തില്ലേ, അപ്പൊ അതിൽ അവർ എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചപ്പോ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഒരു 10-15 ദിവസം വലിയ ലെങ്ത് ഹെയർ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ നല്ലോണം അങ്ങ് ട്രിം ചെയ്തു. അത് ഞാൻ സത്യം പറഞ്ഞാൽ വീണ ആലോചിച്ചിട്ടില്ല. ചിലപ്പം നമുക്ക് നമ്മളെ വർക്കിനെ ബാധിക്കുമെന്നൊക്കെ, കാരണം വിഗ് വെക്കാൻ പറ്റില്ല അത്ര ഈ ഷോർട്ട് ഹെയറിൽ എനിക്ക് എങ്ങനെ വിഗ് വെക്കാതെ. ബട്ട് ദെൻ ഞാനത് അങ്ങനെ അങ്ങ് ചുമ്മാ കട്ട് ചെയ്തല്ലേ. പക്ഷെ അതൊരു റിലീഫാണ്. അങ്ങനെ മുടി കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഭയങ്കര അത്ര ധൈര്യം. അതായത് കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. മറ്റേത് ഇത് ഉണങ്ങി പിന്നെ ഇതിലൊരു ക്രീമൊക്കെ തേച്ച്. ഈ കാസ്റ്റിംഗ് കൗച്ച് നേരിട്ടിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യം ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുള്ള വളരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യപ്പെടാറുള്ളൂ. അതിനുശേഷം ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. ഇല്ല, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ അഡ്രസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളല്ലേ. പക്ഷെ ഈ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും കുറച്ച് സിനിമകളൊക്കെ അവരെ വേണ്ടാന്ന് വെക്കും. ഈ പെണ്ണ് വലിയ തലവേദനയാണ്, ഇതിലേക്ക് പിടിക്കണ്ടെന്ന് അല്ലേ? അങ്ങനെ അതെ. അപ്പൊ അങ്ങനെ വെക്കുകയാണെങ്കിൽ വെച്ചോട്ടെ എന്നല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ വീണ. കാരണം അപ്പൊ അവർക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടാവുമായിരിക്കും. ആക്ച്വലി കൂടുതൽ ടൈം നമ്മൾ സെറ്റിൽ ആണെങ്കിലും നൈറ്റ് ഒക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോ എന്തായാലും ഇവൻ കണ്ടിട്ടുണ്ടോ ഞാൻ അവിടെ പിന്നെ ജനറലി നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എനിക്ക് നല്ല ഉറക്കമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്റെ ലൈഫിൽ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്നോട് ഒരു ഹോബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അംബിഷ്യസ് ഉള്ള ആൾക്കാർ എനിക്ക് അറിയാം. ഈ ഉറങ്ങുമ്പോഴുള്ള പ്രോസസ് എന്താണ് ഇതിന്റെ സന്തോഷം? എന്നോട് എല്ലാരും പറഞ്ഞേക്കാം കേട്ടോ. അപ്പൊ അവരൊക്കെ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയല്ലേ? അവരൊക്കെ ലോകമടിയന്മാരാ. ലോകമടിയന്മാരാണ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാളുടെ പേര് പറ. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ ഈ സോഫ്റ്റ്വെയർ ഒക്കെ, ഇത് സോഫ്റ്റ്വെയർ ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളിതെല്ലാം എഴുതി വെക്കണമായിരുന്നു. ആരായിരിക്കും കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയ ആൾക്കാരോ ആണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു സ്ഥലത്തേക്ക് എത്താമെന്ന് കണ്ടുപിടിച്ചവരായിരിക്കും വിമാനം കണ്ടുപിടിച്ചത്. ഇത് എഡിറ്റ് ചെയ്യാണ്ടിടണം. അല്ലല്ല, ഇതെന്റെ ചാനലാടാ. അപ്പൊ ഇനി പുള്ളി ഞാൻ പറഞ്ഞത് മാത്രമേ ഉണ്ടാവുള്ളൂ. വീണക്കെതിരെ ആഞ്ഞടിച്ചു ബിബിൻ. വീണ പിച്ചും പേയും കാക്കാ പീച്ചയും പറഞ്ഞതെന്ന് ആരും അറിയില്ല. അയ്യോ, ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി. അതായത് അങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് നേരിട്ടു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതോ ഇല്ല വീണ. ലൈക്ക് ഒന്നാമത് ഈ പറഞ്ഞ പോലെ പേടിയാണോ? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധനം. ഈ ഡിസ്റ്റൻസ് ചെറുതെന്ന് വിചാരിച്ചിരിക്കുക. ഇവിടെ കിട്ടാവുന്ന മാക്സിമം അങ്ങോട്ട് പോകണമെന്നുണ്ട് പേടിച്ചിട്ട്. സീരിയസ്ലി അങ്ങനെ ഒരു ഫ്രണ്ട്ലി മോഡിലൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കുന്നത് വളരെ കുറവാണ് എന്റെ അടുത്ത്. ആംബിവേർട്ടല്ലേ? ഞാൻ ആംബിവേർട്ടാണ്. ഓ മൈ ഗോഡ്, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര വാക്കുകളൊക്കെ എനർജി അനുസരിച്ച് നമ്മള് പെരുമാറും. എന്റെ നോളജ് ഞാൻ ഇതുവരെ പുറത്തിട്ടിട്ടില്ല. ഇന്റർവ്യൂക്ക് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കും. അതിന് മുമ്പ് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. ഇതിന്റെ നടുക്കുള്ള ആംബിവേർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഞാനൊരു ബ്രദറിനെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ സോറി ഒരു വേർഡ് കൂടി പറഞ്ഞത് അല്ലാത്ത കാറ്റഗറിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല, ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ അവൾക്കൊരു സഹായാവട്ടെ എന്നൊക്കെ കരുതിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഒരു വലിയൊരു എക്സാമ്പിൾ വിഷ്ണുവിനെ എനിക്ക് പറയാം. കാരണം വിഷ്ണു ഒന്നുമായിട്ട് ഞാൻ അങ്ങനെ വലിയൊരു കമ്പനി ഒന്നുമില്ല. ഇപ്പൊ ബിബിനായിട്ട് സംസാരിക്കുന്ന അത്ര പോലും ഇതില്ല. പക്ഷെ വിഷ്ണു ഒരു സിനിമയിൽ ഇതേപോലെ വിഷ്ണു ചെയ്യുന്ന സിനിമയിൽ ഒരു കാസ്റ്റിങ്ങിന് ഇത് വന്നപ്പോൾ വിഷ്ണു വിളിച്ചു, അവരെടുത്ത് സജസ്റ്റ് ചെയ്തു. അവര് കാസ്റ്റിങ്ങിന് വിളിച്ചു. അവിടുന്ന് കോൾ വന്നതിന് ശേഷം വിഷ്ണു ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ നിന്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർ ചിലപ്പോൾ വിളിക്കും, നീ നോക്കിയിട്ട് ചെയ്യുന്നു പറഞ്ഞു.
അതൊരു ഹെൽപ്പാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ഒരു കാര്യം അവനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ആസ് എ പേഴ്സൺ ഓർ ആസ് എ ഫ്രണ്ട്. പിന്നെ ഞാൻ എന്റെ അപ്രോച്ച് മാറ്റി കേട്ടോ. അപ്പം ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും കുൽസിതം സംസാരിച്ച്, അങ്ങനെ ഒരാൾ വന്ന് സംസാരിച്ചപ്പോ ഞാൻ അയാളോട് ലിറ്ററലി ഞാൻ അയാളുടെ അടുത്ത് തിരിച്ചയച്ചേ, ചേട്ടാ ഇതിന് വേണ്ടിയാണോ എന്റെ വീട്ടുകാർ എന്നെ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിപ്പിച്ചതൊക്കെ പറഞ്ഞേ ഇയാൾക്ക് പിന്നെ ഇയാൾക്ക് ട്രോമറ്റൈസ് ചെയ്യാറ്. അതാണ് ഏത് നേരത്താണാവോ ഞാൻ ഇതുകൊണ്ട് ഒരു കരയിപ്പിച്ചപ്പോ സമാധാനം. ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരാൾക്ക്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്, എന്റെ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചത്, ചേട്ടനെ പോലുള്ള ഒരാൾ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, അയാളുടെ ഉള്ളിൽ ഉറപ്പായിട്ട് അയാൾ ഒരുക്കിയിട്ടുണ്ടാവും. ഞാൻ അതിനുശേഷം അയാൾ എന്തിനാ മറുപടി ചോദിച്ചു? അയാൾക്ക് പിന്നെ ഞാൻ ഏറിപ്പോയി. അപ്പൊ ഇല്ല, പക്ഷെ അയാൾ അപ്പോളജൈസ് ചെയ്തു. പിന്നെ അയാൾ അങ്ങനെ ചോദിച്ചത് ശരിയല്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം അവര് ഡീൽ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലായിരിക്കാം. ഈ ചോദിക്കുന്ന ആൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം പോകും. ഇപ്പോ നമ്മൾ പറയില്ലേ, നമ്മൾ ഒരാൾ കയറി പിടിച്ചു, ഈ പിടിച്ചു പോയതിന് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു ടാറ്റു അടിച്ച പോലത്തെ ഫീലാ. ഒരാൾ നമ്മൾ ബസ് കയറുമ്പോഴാണെങ്കിലും ബാക്കിലൊക്കെ കൈ വെച്ചു എന്ന് വിചാരിക്കട്ടെ, നമുക്ക് അവിടെ ടാറ്റു ചെയ്ത പോലെ ഉണ്ടാവുന്നതാണ്. തട്ടിപ്പോയാൽ പോലും അല്ലെ, അത് പെണ്ണുങ്ങൾക്ക് മാത്രം മനസ്സിലാവും. അപ്പൊ അത് ചോദിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കണം എന്നാണ് എന്റെ ഒരു. എങ്ങനെ മെറീന ഈ കൂടൽ സിനിമയിലേക്ക് വരുന്നത്? ഞാൻ ഈ ഇതില് 2 സംവിധായകരാണല്ലോ. ഷാനു ചേട്ടൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശ്രീനാഥ് ശിവ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ റെഫറൻസ് വന്നിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇവര് 3 പേരും, ഷാനുക്കയും ഷാഫിക്കയും പിന്നെ ഷജീർ പപ്പ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറമാൻ, പപ്പ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ക്യാമറമാനും കൂടിയാണ് കാണാൻ വന്നത്. കഥ പറഞ്ഞു, നല്ല പരിപാടിയാന്ന് തോന്നി. പിന്നെ ബിബിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നു. സീരിയസ്ലി അതെ. ഇവര് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ആൾക്കാരും ഡയറക്ഷൻ സൈഡിൽ അത്യാവശ്യം കൊണ്ടായിരിക്കുമല്ലോ ഇവരെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വരും കേട്ടോ ആൾക്കാർ എന്നെ പോലെ. എന്നെ സംബന്ധിച്ച് 4 ക്യാരക്ടേഴ്സിൽ 2 ക്യാരക്ടേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേറെ ഒന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലേക്കാണെങ്കിൽ അത്. ആക്ച്വലി യുവർ ചോയ്സ് ഈസ് ഗുഡ് അല്ലേ? ഈ സിനിമ ശരിക്കും ചേട്ടനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എന്നിലേക്ക് അവര് മറ്റേ പുള്ളി പറയുന്നത്, അവര് ഷാഫി എപ്പിക്കാട് പറയുന്നത് എന്നെ വെച്ച് എഴുതിയതാണെന്നാണ് പറയുന്നത്. എനിക്ക് വേറൊന്നും അറിഞ്ഞൂടാ. എന്നിലേക്ക് എത്തിയ എങ്ങനെയാന്ന് പറയാ, സത്യത്തിൽ ഞാൻ ആ വേഷമൊക്കെ ഇട്ടപ്പോ ഞാൻ ആലോചിച്ചു, അത് ഞാൻ ആലോചിച്ചായിരുന്നു. പിന്നെ പക്ഷെ എനിക്ക് കുറച്ചും പോകെ അതിപ്പോ വീണ സിനിമ കാണില്ലേ, വീണ കാണുമ്പോ വീണക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ബിബിൻ ജോർജ് അതിനകത്ത് വന്നതെന്നല്ലേ. അതാണ് കഥ. കൂടുതൽ എങ്ങനെയുള്ള പടമാണ്? ഫാമിലി ഓഡിയൻസിനെയാണോ യൂത്തിനെയാണോ കൂടുതലായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഫുൾ ഫാമിലി എന്റർടൈനർ. ഈ ഫാമിലി പെട്ടതാണ് യൂത്തും. യൂത്തിനെ സെപ്പറേറ്റ് അല്ലല്ലോ അല്ലെ, ഒരു കുടുംബത്തിലുള്ളതല്ലേ യൂത്തും. ഇത് എല്ലാവർക്കും വർക്കാവുന്ന ഈ ക്യാമ്പിംഗ് പരിപാടിയൊക്കെ യൂത്ത് വൈബാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു കാര്യങ്ങളിലേക്ക് ക്യാമ്പിലാണെങ്കിൽ പോലും കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇൻവോൾവ് ആണ്. അപ്പൊ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പടത്തില്. ഗിൽഷായൊക്കെ അവരൊക്കെ ഉള്ള, റാഫി ചക്കപ്പഴം, ലാലി ചേച്ചി, വിനീത് തട്ടില്, വിജിലേഷ്. ഓ അത് ശരി, കാര്യമായിട്ട് ആൾക്കാരുള്ള ഒരു സിനിമയാണ് അല്ലെ. ഇനി സിനിമ ഇൻഡസ്ട്രിയിൽ മെറീനയുടെ ഒരു വലിയ ആഗ്രഹം, ഈ കൂടൽ എന്ന് പറഞ്ഞ സിനിമ ഹിറ്റാണ്. വാവ്. ഇങ്ങനെ ഞങ്ങളിപ്പം പറഞ്ഞില്ലേ, വളരെ ചെറിയ ഇതിൽ വന്നിട്ട് നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് വലുതാക്കി കൊണ്ടുവന്ന ഒരു സിനിമയാണ്. ഈ പടം ഹിറ്റ് അടിച്ചാൽ ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് അല്ലെ, ഒരു കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ വക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. അത് മാത്രമല്ലോ ഇതിന്റെ പ്രൊഡ്യൂസർ ജിതിൻ മനുഷ്യനാണ്. അതായത് നമുക്ക് ചിലവർക്ക് ദൈവമേ ഇയാൾക്ക് പൈസ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെയുണ്ടല്ലോ. നമ്മളെ ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഒന്ന് ഇപ്പൊ അട്ടപ്പാടിയിടോ 2 സെക്കൻഡിൽ മഞ്ഞ് പെയ്യും, മഴ പെയ്യും, വെയിൽ വരും. ഇതാണ് അവിടുത്തെ കാലാവസ്ഥ. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ചിലപ്പോ ഡേയ്സ് ഒക്കെ കൂടുമല്ലോ. അതീ പോലും ഒരിക്കലും ഡയറക്ടർമാരെയോ അവരെയോ ഒന്നും വേദനിപ്പിക്കാതെ, ഞങ്ങളോടൊരു വാക്ക് പറയാതെ, നമ്മുടെ ശമ്പളം ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് തരികയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്കൊരു ഈവൻ നമ്മൾ പോലും ഇപ്പൊ ബിബിൻ എന്ന് പറയായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്നായാലും പുള്ളിയോട് നമുക്ക് ചോദിക്കാൻ തോന്നില്ല. വെച്ചാൽ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു ചേട്ടൻ. ഈ ഒരു ടീം നല്ലതാണ്. ഈ ടീം ഞങ്ങൾക്ക് ഇനിയും തുടർന്ന് കൊണ്ടുപോകണമെന്നുണ്ട്.
ജൂൺ 20 കൂടുതൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ യൂത്തും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുപോലെ സിനിമ തിയേറ്ററിൽ പോയി കാണട്ടെ. സിനിമ വൻ വിജയമാകട്ടെ. മറീന് പറഞ്ഞ പോലെ സിനിമ ഒരു വലിയ വിജയമായിട്ട് വേണം എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ. ആ മാറ്റം കൊണ്ടുവരാനായിട്ട് വരെ എനിക്ക് സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.